ദീപിക പദുക്കോൺ ബോളിവുഡിലെ ഒരു സക്സസ്ഫുൾ ആക്ട്രസ് ആണെന്ന് നമുക്കറിയാം. ഒരു ഗ്ലോബൽ ഫാഷൻ ഐക്കോൺ ആണെന്ന് നമുക്കറിയാം. ബോളിവുഡിലെ തന്നെ ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ വളരെ ഭീകരമായ രീതിയിൽ ബോഡി ഷെയ്മിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ദീപിക പദുക്കോൺ എന്ന് നമുക്കറിയാമോ? ഒരു സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് റേസിസ്റ്റിക് കമന്റ്സും ട്രോൾസും അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? ലോൺലിനെസിന്റെ പേരിൽ അതിഭീകരമായി പ്രശ്നത്തിലായി പോയിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? And in fact, I think that's something I'm still scared of. I don't like the sound of an alarm. So, yeah, I think waking up was tough because I didn't want to face a day. ഇതൊക്കെ അനുഭവിച്ചിട്ടും ദീപിക പദുക്കോൺ എങ്ങനെ ബോളിവുഡിലെ ഒരു സക്സസ്ഫുൾ സ്റ്റാറായി മാറി എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണലൈസ് ഞാൻ ഒരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ ദീപിക പദുക്കോണിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ശരിക്കും എനിക്കും ആദ്യമൊക്കെ അറിയുന്നുണ്ടായിരുന്നത്. ഞാൻ മുംബൈയിൽ എൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വരെ ആൻഡ് മുംബൈയിൽ ഞാൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിക്കോസ് ഞാൻ പഠിച്ചിരുന്നത് ഒരു ഫാഷൻ കോളേജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പല സമയത്തും നമ്മളുടെ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിൻ്റെ ഇടയിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഇടയിൽ ഒക്കെ ദീപിക പദുക്കോൺ എപ്പോഴും വന്നു പോകുന്ന ഒരാളാണ്. ട്രെൻഡിൽ ആക്ച്വലി എപ്പോഴും ട്രെൻഡ് സെറ്ററായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടും ദീപിക പദുക്കോണിനെ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റഡീസ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ അനുഭവിച്ച ഒരു കാര്യം, എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നോർമലി ദീപിക പദുക്കോണിൻ്റെ സ്റ്റൈലിനെ പറ്റി പറയുമ്പോൾ ഒക്കെ ദീപിക പദുക്കോൺ ഒരു സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളത് എപ്പോഴും അവരിങ്ങനെ നോട്ടീസബിളി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കും കുറച്ചധികം ആ ഒരു ദീപിക പദുക്കോൺ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിൻ്റെ അടുത്ത് കുറച്ച് ക്യൂരിയോസിറ്റി വരാൻ തുടങ്ങിയത്. ഓക്കെ, അവർക്ക് എന്തായിരിക്കും ശരിക്കും ഇത്രയും ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അവിടെയുള്ള ഫാഷൻ കോളേജസിൽ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒക്കെ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അവർ പേഴ്സണലി ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ദീപിക പദുക്കോണിൻ്റെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിൽ ഒരുപാട് പേർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ദീപിക പദുക്കോൺ സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളത്. ഡെൻമാർക്കിലാണ് ജനിച്ചത്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ, അതായത് 1 വയസ്സിന് താഴെയുള്ളപ്പോൾ തന്നെ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഫാമിലിയോടുകൂടി. അച്ഛനെന്ന് പറയുന്നത് പ്രകാശ് പദുക്കോൺ എന്ന ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ, ഫോമർ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ടുള്ള ഒരാളാണ്. അമ്മ ഉജ്വല, അവരൊരു ട്രാവൽ ഏജൻറ്റും ആയിരുന്നു. ഒരു സിസ്റ്ററാണ് ഉള്ളത്, അനീഷ പദുക്കോൺ. അനീഷ പദുക്കോൺ ആക്ച്വലി ഒരു ഗോൾഫ് പ്ലെയർ ആണ്. ദീപിക പദുക്കോണിൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ നോർമലി നമ്മളുടെ വീട്ടിൽ വളരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അവർ ആക്ച്വലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഒരു പാതയിലേക്ക് നമ്മളും പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതേപോലെയാണ് ദീപിക പദുക്കോണും ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ദീപിക പദുക്കോണും ഏറ്റവും ആദ്യത്തെ സമയങ്ങളിലൊക്കെ ദീപിക പദുക്കോണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ട് തന്നെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടെ ആ ഒരു കാര്യത്തിൽ എൻ്റെ പാഷൻ ഇതല്ലല്ലോ എന്ന് തോന്നി തുടങ്ങിയത്. ഈ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നത് കൊണ്ടും ഈ സ്പോർട്സ് ഫാമിലിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അവരുടെ ലൈഫ് കുറച്ചും കൂടി ഡിസിപ്ലിൻ ഓറിയൻറ്റഡ് ആയിരുന്നു. അതായത് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ബോഡി വെയിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ശ്രദ്ധിച്ചു പോയിരുന്നു. എന്താണ് സ്വന്തം പാഷനെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഈ ബാഡ്മിൻ്റൺ പ്ലേയിങ് എന്നുള്ളൊരു കാര്യം അതിങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തു പോകുന്നൊരു കാര്യം പോലെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രത്യേക പാഷനൊന്നും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, പ്രത്യേകമായിട്ടൊരു സന്തോഷമൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവർ ശരിക്കും മോഡലിംഗ് രംഗത്തേക്ക് കുറച്ചൊക്കെ മാറുന്നത്. മോഡലിംഗ് രംഗത്തേക്ക് വരുമ്പോൾ അവർ ആദ്യം ആക്ച്വലി ആഡ് ഫിലിം ഇൻഡസ്ട്രി കൂടിയാണ് വരുന്നത്. ലിറിലിൻ്റെ, ലിംകയുടെ, അതുപോലെ ക്ലോസപ്പിൻ്റെ ഒക്കെ ആഡ് അവർ കുറേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ആഡ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ടൈമിലെന്തുമാണ് അവർ ശരിക്കും ഹിമേഷ് രേശമ്യയുടെ ഒരു ആൽബത്തിൽ അവരുടെ ഫേസ് കാണിച്ചിട്ടുണ്ട്. അതിലാണ് ആക്ച്വലി അവർ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് മേ ബി ബോളിവുഡിലെ ആൾക്കാർക്ക് കുറച്ചും കൂടി ആക്സസിബിൾ ആയത് അങ്ങനെയായിരിക്കും. അതിനുശേഷം ആക്ച്വലി അവർ കന്നഡ ഒരു മൂവി, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ നിന്ന് കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. അത് 2006 ആൻഡ് 2007 ഇമ്മീഡിയറ്റ്ലി അടുത്ത ഇയറിൽ അവർ ബോളിവുഡിലേക്ക് എൻട്രി നടത്തുകയാണ് ഓം ശാന്തി ഓം എന്ന് പറഞ്ഞ മൂവിയിലൂടെ, അതായത് ഷാറുഖ് ഖാൻ്റെ നായികയായിട്ട്. നമുക്കൊക്കെ ആക്ച്വലി കൂടുതലും കണ്ടു പരിചയമുള്ളതും കേട്ട് പരിചയമുള്ളതും ഓം ശാന്തി ഓമിലെ ഈ സോങ്സിനെയൊക്കെ അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും ദീപിക എന്ന് പറഞ്ഞുള്ളൊരു ആക്ട്രസിനെ അവർ അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ്.
പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി റിസർച്ച് നടത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ദീപിക ബോളിവുഡിലേക്ക് എൻട്രി നടത്തുമ്പോൾ, അതായത് ഒന്ന് ദീപികയുടെ ഏരിയ മോഡലിംഗ് ആണെന്ന് മനസ്സിലായി. ദീപിക മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ അവർ ഒറ്റയ്ക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ ഒരു 17ാമത്തെ വയസ്സിലാണ് ആക്ച്വലി അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മാറിയിട്ടുള്ളത്. ആൻഡ് അവരുടെ അതിന് മുമ്പ് അവരുടെ സ്കൂളിങ്ങും അവരുടെ കോളേജ് എഡ്യൂക്കേഷനും ഒക്കെ നടന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്. സോ മുംബൈയിലേക്ക് ഒറ്റയ്ക്ക് ആ ഒരു ടൈമിൽ വന്ന് അവിടെ അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്താ അവർക്ക് ശരിക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ലോൺലിനെസ് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിൻ്റെ പുറത്തുള്ള ലോൺലിനെസ് ആണ്. രണ്ടാമത്തെ കാര്യം ബോളിവുഡിൽ അല്ലെങ്കിൽ മുംബൈയിൽ എത്തിക്കഴിഞ്ഞിട്ട് നോർമലി ഒരു സൗത്ത് ഇന്ത്യൻ അനുഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചും കൂടെ അങ്ങനെ പറയുന്നത്. നമ്മളുടെ ആക്ച്വലി ഈ കൾച്ചറൽ റൂട്ട്സിനെ പറ്റിയൊക്കെ എപ്പോഴും ട്രോൾസും അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈവൻ ദോ നമ്മളുടെ ക്രിയേറ്റിവിറ്റീനെയൊക്കെ അവർ അംഗീകരിക്കുമെങ്കിൽ കൂടി കുറേ കൂടെ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആവാനുള്ളൊരു ചാൻസാണ് ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ അവിടെ പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്ത് വരാൻ നോക്കുമ്പോൾ സെയിം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ദീപികയും പോയിട്ടുള്ളത്. ആൻഡ് ദീപിക ആദ്യ സമയത്ത് ഈ ബോളിവുഡിൽ എൻട്രി നടത്തിയപ്പോൾ പോലും അവരാദ്യം ദീപികനെ കുറിച്ച് പറയുന്നത് ഒരു പ്രെറ്റി ഫേസ് എന്ന് മാത്രമാണ്. അതായത് അവർക്കൊരു ഭംഗിയുണ്ട് അത് മാത്രം എന്നാണ് ആദ്യം പറയുന്നത്. ഫേസിനൊരു ഭംഗിയുണ്ട് എന്ന് മാത്രം. അതല്ലാതെ അവരുടെ ആക്ടിങ് സ്കിൽസിനെ പറ്റി ആരും അത്ര കാര്യമായിട്ട് പ്രശംസിച്ചിട്ടില്ല. ഈവൻ ദോ അവർക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് മൂവീസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ മൂവീസിലൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ആ മൂവീസൊക്കെ കുറേയധികം ഫ്ലോപ്പായിരുന്നു. ആൻഡ് ആ മൂവീസൊക്കെ ചെയ്യുന്ന സമയത്തും അവരെ കൂടുതലായിട്ടും അറിയപ്പെടുന്ന അവർക്ക് പ്രത്യേകിച്ച് ആക്ടിങ് സ്കിൽസ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു മുഖമുണ്ട് എന്ന് മാത്രമാണ്. ആൻഡ് ഈവൻ അവരുടെ ബോഡി ഭയങ്കര തിന്നായിട്ടുള്ള അവരുടെ ബോഡീനെ പറ്റി വളരെയധികം ക്രിറ്റിസിസംസ് വരാൻ തുടങ്ങി, ട്രോൾസ് വരാൻ തുടങ്ങി. ബിക്കോസ് ബോഡി അത്ര അട്രാക്റ്റീവ് അല്ല, ഭയങ്കര ടോൺഡായിട്ടുള്ള ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ബോഡിയാണ്, പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല, അങ്ങനെയൊക്കെയാണ് നോർമലി അവരെക്കുറിച്ച് പറയുന്നത്. ബിക്കോസ് അവർ ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു അത്ലറ്റിക് ഫിഗറും കൂടിയാണ്. റെക്ടാങ്കിൾ ബോഡി ഷേപ്പാണ് വിത്ത് അത്ലറ്റിക് ഫിഗറാണ്. ബിക്കോസ് അവരുടെ കാലാണെങ്കിലും കൈ ആണെങ്കിലും അത്യാവശ്യം നീളമുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ഫിഗർ വന്നിട്ടുള്ളത്. ആൻഡ് ആദ്യ സമയത്ത് ഇതിനെ ഭയങ്കരമായിട്ട് ബോളിവുഡ് ട്രോൾ ചെയ്തിട്ടുണ്ട്. ദീപിക ആണെങ്കിലും ശരി, ദീപികയുടെ റിലവൻസ് ആ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കാനുള്ള റിലവൻസിനെ പറ്റി അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിലായിരുന്നു. ആൻഡ് അത് കുറച്ചെങ്കിലും ബോളിവുഡ് അംഗീകരിക്കുന്നത് പറഞ്ഞാൽ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ്. അതിനകത്തുള്ള ദീപികയുടെ ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ, അതിനകത്തുള്ള ദീപികയുടെ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴാണ് ദീപികയ്ക്ക് കുറച്ചെങ്കിലും ടാലൻ്റ് ഉണ്ട് എന്ന് ബോളിവുഡ് അംഗീകരിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കട്രീന കൈഫുമായിട്ട്, പ്രിയങ്ക ചോപ്രയുമായിട്ട്, അതുപോലെ തന്നെ അനുഷ്ക ശർമ്മയുമായിട്ടൊക്കെ ഉള്ള കമ്പാരിസണാണ് ദീപികയ്ക്ക് ആദ്യ സമയത്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ദീപിക സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളാണ്, ദീപികയ്ക്ക് അത്രയും പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, ദീപിക അത്രയും എക്സ്പെരിമെൻ്റലായിട്ട് ദീപികയ്ക്ക് ലുക്സ് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ദീപികയ്ക്ക് വന്നിരുന്ന ട്രോള്. ഈവൻ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആക്ച്വലി കുറേയധികം സമയത്ത് ഈ ഒരു കമ്പാരിസണിൻ്റെ ഒരു ചെറിയ ഫോം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കൂടുതലും പ്രിയങ്ക ചോപ്രയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൽ എല്ലാവരും പറയാറുള്ളത് പ്രിയങ്ക ചോപ്രയുടെ ആക്ച്വലി അവരുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസൊക്കെയാണ് അവരെപ്പോഴും പുൾ ഓഫ് ചെയ്യാറുള്ളത്. ബിക്കോസ് അവരുടെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ദീപിക അങ്ങനെയല്ല. ദീപിക ഭയങ്കര ഒരു ഹോംലി ഗേൾ ആണ്. ആൻഡ് ദീപികയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തത്ര പോലെയുള്ള കോസ്റ്റ്യൂംസാണ് കൂടുതൽ സമയത്തും ദീപിക ക്യാരി ചെയ്യുന്നത്. അത് നോർമലി ദീപികയുടെ പേഴ്സണാലിറ്റി അല്ല, ദീപികയുടെ സ്റ്റൈലിസ്റ്റിൻ്റെ പേഴ്സണാലിറ്റി ആണ് എന്ന് വരെ ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദീപികനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ദീപിക എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെന്ന് ഇപ്പോൾ ആരും പറയാറില്ല. ബട്ട് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ദീപികയുടെ ഏർലി സ്റ്റേജസിൽ ആക്ച്വലി അവർ എത്രത്തോളം അത്തരത്തിൽ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത്. അതായത് 2007 ബോളിവുഡിലേക്ക് എൻട്രി നടത്തിയിട്ടുള്ള ഒരാളാണ് ദീപിക. 2012 ഒക്കെ ആയി അവരെ കുറച്ചൊന്ന് എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയപ്പോൾ. അതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവൻ ദീപികയുടെ പേര് പോലും കറക്റ്റായിട്ട് അവർ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദീപികയുടെ സർനെയിം അവർ കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. സർനെയിം പലപ്പോഴും ദീപിക തന്നെ ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് ആങ്കേഴ്സിൻ്റെ അടുത്ത് ഈവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റേജ് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആരും ആക്ച്വലി ദീപികയുടെ പേര് തെറ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യില്ല. ബിക്കോസ് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം അവർ ആക്ച്വലി അവരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരവരുടെ വേർത്ത് തിരിച്ചറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് ആ ഒരു ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ
ദീപിക പദുക്കോൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബൽ ഫാഷൻ ഐക്കോണാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ദോ ദീപിക ഈ സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ള പേരിൽ കുറേയധികം ട്രോൾസും കുറേയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളപ്പോഴും ദീപിക ആക്ച്വലി സൗത്ത് ഇന്ത്യൻ റൂട്ട്സിനെ മുറുകെ പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഈവൻ അവർ സാരീസ് കൂടുതലായിട്ടും കാഞ്ചീപുരം സാരീസ് അങ്ങനെയുള്ള സാരീസൊക്കെ വെയർ ചെയ്യുമ്പോൾ, അവരുടെ വെഡ്ഡിങ് 2018 രൺവീർ സിംഗുമായിട്ട് നടന്ന അവരുടെ വെഡ്ഡിങ്ങിൽ ആക്ച്വലി കുറച്ചും കൂടി കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആക്ച്വലി അവരുടെ സൗത്ത് ഇന്ത്യൻ റൂട്ട്സിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നതും ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ബോളിവുഡിലുള്ള ആൾക്കാർക്ക് ഒരു മറുപടി പോലെ അവർ പറയുന്നതുമായിട്ടുമാണ് തോന്നിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ റൂട്ട്, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇപ്പോഴും ആക്ച്വലി അവർ തുറന്ന് പറയുകയും അതിനെ അംഗീകരിക്കുകയും അത് ആണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു ഏർലി സ്റ്റേജിലുള്ള ലോൺലിനെസ്സും ബോളിവുഡിലേക്ക് വന്നപ്പോൾ ഉള്ള സ്ട്രഗിൾസും നമ്മളുടെ ഒരു റിലവൻസ് അവിടെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇനിഷ്യൽ ഭയങ്കരമായിട്ടുള്ള അനുഭവിച്ച് പോയ ആ ഒരു സ്ട്രഗിൾസും ഒക്കെ തന്നെ ആയിരിക്കാം ദീപികയുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുള്ളതും. 2007 ബോളിവുഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ദീപിക ആക്ച്വലി 2007 തന്നെ ഓൾമോസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, ബോളിവുഡിൽ നിന്ന് തന്നെ ഉള്ള ഒരു ആക്ടറുമായിട്ട്. ആൻഡ് ദെൻ 2009 അത് ബ്രേക്കപ്പായി. ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കൊക്കെ മനസ്സിലാവും, ഇത്രയും അധികം സ്ട്രഗിൾസ്, ലോൺലിനെസ് ഉണ്ടാവുന്നുണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ വേർത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ളൊരു പ്രശ്നം എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, റേസിസം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടും ബോളിവുഡിൽ നിന്നുള്ള ഒരു ആക്ടറുമായിട്ട് ആക്ച്വലി അവർ റിലേഷൻഷിപ്പിലാവുകയും ആ ആൾ അവരെ വീണ്ടും ചീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ആൻഡ് 2009 അതിൻ്റെ പുറത്ത് ഒരു ബ്രേക്കപ്പ് ആവുകയാണ്. ആ ബ്രേക്കപ്പിനെ പറ്റി ആക്ച്വലി അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ, ഇതാണ് കാര്യം എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു 2012 ഒക്കെ ആയപ്പോഴാണ് അവർ രൺവീർ സിംഗിനെ പരിചയപ്പെടുന്നതും. ആൻഡ് അതിനുശേഷം ആക്ച്വലി 2012 ആക്ച്വലി അവർ ഒരു നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് എന്നവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ടൈമിൽ തന്നെയാണ് ഷലീന നത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ കൂടെ ആക്ച്വലി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ആൻഡ് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ 2012 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ രൺവീർ സിംഗിനെ പരിചയപ്പെടുന്നുണ്ട്, 2013 അങ്ങനെയൊക്കെ ആയപ്പോൾ. ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മൾ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്ട്രഗിൾസ് എല്ലാം കഴിഞ്ഞ് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്താണ് അവർക്ക് ആക്ച്വലി അടുത്ത സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അതായത് അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അവർ ക്ലിനിക്കലി ഡിപ്രഷൻ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് 2014 ശരിക്കും അവരുടെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ്, പേഴ്സണൽ ലൈഫിലും ആക്ച്വലി സെറ്റിൽഡ് ആയി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്, വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സ്പേസിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഉള്ളൊരു സമയത്താണ് ശരിക്കും അവർക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഡിപ്രഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പോലെ അവർ കുറച്ച് വൈകിയത്. ബിക്കോസ് ഒരു പ്രത്യേകിച്ചൊരു സ്ട്രഗിൾ ഇല്ല, ഒരു ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. ഈവൻ എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ഞാൻ എൻ്റെ സ്ട്രഗിൾ ഉള്ള പീരീഡിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രഗിൾസിൻ്റെ പുറത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് ആക്ച്വലി അത് ഓരോന്ന് സ്ട്രഗിൾസൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജി ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റിലാവുമ്പോൾ, ഒന്ന് നമ്മൾ കുഴപ്പമില്ല തൽക്കാലമുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങി എന്ന് തോന്നുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും മെൻ്റലിയുള്ള ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഉണ്ടാവുക. എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറേയധികം സ്ട്രഗിൾസിലൂടെ പോയി. ആ സ്ട്രഗിൾസൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു എംപ്റ്റിനെസ് ആണ് വന്നത്. എംപ്റ്റിനെസ് വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊരു ദിവസം ഞങ്ങൾ ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒരു റീസൺ, ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ടാവില്ല. ആൻഡ് അതേപോലെയൊക്കെ തന്നെയുള്ള സ്റ്റേജിലൂടെയാണ് ദീപിക പദുക്കോണും പോയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയപ്പോൾ, അതിൻ്റെ റിലവൻസ് മനസ്സിലാക്കിയപ്പോൾ, ഇത് ആൾക്കാർക്ക് വരുന്നത് എങ്ങനെയാണ്, ആൾക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ദീപിക പദുക്കോൺ മെൻ്റൽ ഹെൽത്തിനെ പറ്റി കൂടുതൽ സംസാരിച്ച് തുടങ്ങുന്നത്. അവരുടെ ഒരു വളരെ മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പൺലി സംസാരിക്കുമായിരുന്നു. ഈവൻ മുമ്പ് തന്നെ ബോഡി ഷെയ്മിങ് ദീപിക പദുക്കോൺ വന്ന സമയത്ത് 2012 തോന്നുന്നു അവർ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ ഇടയിൽ ആക്ച്വലി അവരുടെ ഒരു ബോഡിയിൽ ക്ലീവേജ് ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഏതോ ഒരു പ്രസ് മീറ്റിലോ എപ്പോഴും. അപ്പോൾ അതിനെപ്പറ്റി അവർ പിന്നീട് അത് കുറച്ചധികം ട്രോള് വരാനൊക്കെ തുടങ്ങി അതിനെപ്പറ്റി.
അപ്പോൾ ദീപിക അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, ഞാനൊരു വുമനാണ്, എനിക്ക് ബ്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലീവേജ് ഉണ്ടാവും എന്നവർ ഓപ്പൺലി മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്കിന്നി ബോഡിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ക്ലീവേജ് കാണുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയല്ല അവർ ചെയ്തിട്ടുള്ളത്, അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നിയിട്ട്. ആൻഡ് ദീപിക മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചത് കൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ, മേ ബി ഈവൻ ഞാൻ പോലും വളരെ കാര്യമായിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ വളരെ ഓപ്പൺലി സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് ദീപിക തുടങ്ങി വെച്ച ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മെൻ്റൽ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടായി, അതിനെ അവർ ട്രീറ്റ് ചെയ്തു, അതിൽ നിന്ന് അവർ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് അവർ റിക്കവറായി എന്നൊക്കെ മനസ്സിലായതിന് ശേഷം, ഇതെല്ലാവർക്കും ഇത് ആവശ്യമുണ്ട് എന്നും മനസ്സിലാക്കിയതിന് ശേഷം അവർ ആക്ച്വലി മീഡിയയിലിരുന്ന് വെറുതെ സംസാരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ലിവ് ലവ് ലാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തന്നെ അവരുണ്ടാക്കി, ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ അവയർനെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അതിന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അതും ആക്ച്വലി അവർക്ക് സൊസൈറ്റീനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അവരെത്രത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ കൺസേൺ ആണെന്നുള്ളതും ഭയങ്കര എമ്പതി ഉള്ള ഒരാളാണെന്നുള്ളതും ആണ് അതൊക്കെ പ്രൂവ് ചെയ്യുന്നത്. ആൻഡ് മേ ബി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈവൻ ദീപികയുടെയും രൺവീറിൻ്റെയും റിലേഷൻഷിപ്പിൽ പോലും ആക്ച്വലി വർക്ക് ആവുന്നത് ആ ഒരു പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും, അങ്ങനെ മറ്റൊരാളെ, അതായത് രൺവീർ എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്കൊക്കെ അറിയാവുന്നത്. അങ്ങനെയുള്ള ഒരാളെ പോലും മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഇമോഷണലി സപ്പോർട്ട് വേണ്ടപ്പോൾ സപ്പോർട്ട് കൊടുക്കാനും പറ്റുന്ന ഒരാളാണ് ശരിക്കും ദീപിക. ബിക്കോസ് ദീപിക അതിനോടൊക്കെ ഓപ്പൺ ആണ്, മനുഷ്യരെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദീപിക പദുക്കോൺ ആദ്യം ദീപികയുടെ പേര് മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് പോലും അവർ ആക്ച്വലി അതിൽ പെട്ടെന്ന് അവർക്ക് ഈഗോ പ്രശ്നം ഉണ്ടാവുകയോ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവർ വളരെ സൗമ്യമായിട്ട് വളരെ പേഷ്യൻസോട് കൂടി അവരതിനെ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് വളരെ സൂക്ഷിച്ച് മനുഷ്യരുടെ അടുത്ത് ഇടപെട്ട് വളരെ കാര്യമായി, ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ആക്ച്വലി ക്രിറ്റിസിസംസ് നേരിടേണ്ടി വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ സ്വയം ആക്ച്വലി ഇവോൾവ്ഡ് ആയി അതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാം എന്നാലോചിച്ച് അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ദീപിക. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളൊക്കെ എല്ലാവരും, എനിക്കത് ബോളിവുഡിൽ അവരെക്കുറിച്ച് ട്രോൾസൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ പോലും ദീപിക എന്ന് പറയുന്നത് ഒരു ബോളിവുഡിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സായിട്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സായിട്ടും ഗ്ലോബലി ഉള്ളൊരു ഫാഷൻ ഐക്കോണായിട്ടും ഈവൻ LV പോലെയുള്ള ലൂയി വിത്തോൺ പോലെയുള്ള ലക്ഷറി ബ്രാൻഡിൻ്റെ അംബാസഡറായി ഇരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിട്ടും ഒക്കെ ദീപികനെ കാണാൻ തുടങ്ങിയത്. ഇനി ദീപികയുടെ ഫാഷൻ സെൻസിനെ പറ്റിയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സമയത്ത് പലപ്പോഴും ദീപികയുടെ ഫാഷൻ സെൻസിനെ പറ്റിയും ആദ്യത്തെ ഫാഷനെ പറ്റി എപ്പോഴും ആൾക്കാർ ട്രോൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ പറയുക സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ദീപികയുടെ ഒരു ഫാഷൻ സെൻസും ഒക്കെ വളരെ ഭയങ്കര പുവർ ഫാഷൻ സെൻസ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദീപിക ആക്ച്വലി ബാംഗ്ലൂർ പോലെയൊരു സ്ഥലത്താണ് പഠിച്ച് വളർന്നിട്ടുള്ളത്. അവർ ആക്ച്വലി എല്ലാ ഫാഷൻ സെൻസിനോടും എല്ലാ ഫാഷൻ എക്സ്പെരിമെൻ്റൽ കാര്യത്തോടും ആക്ച്വലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് അവർ മോഡലിങ്ങിലേക്ക് വന്നിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സെൻസും കാര്യങ്ങളും ഒക്കെ അവരതിൻ്റെ പുറത്ത് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അവർ പാഷനേറ്റ് ആയിട്ട് മോഡലിംഗ് ആണ് എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ മുംബൈക്ക് പോവുകയാണെന്ന് തീരുമാനിച്ച് പോകുമ്പോൾ അത്യാവശ്യം ഫാഷനെ പറ്റിയുള്ളൊരു ബോധമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മളുടെ അത്രയും റിസ്ക് എടുത്തിട്ട് പോവുക എന്നുള്ളത് അതവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് 2012 ഷലീന നത്താനിയും കൂടെ ദീപികയുടെ കൂടെ കൂടിയപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഒരു സ്റ്റൈലിസ്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ അടിമുടി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് അവരുടെ പേഴ്സണാലിറ്റി വൈസ് ആ പേഴ്സണാലിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന കോസ്റ്റ്യൂംസ് കൊടുക്കുകയും ആ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാതെ അവർക്ക് എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുകയും മാത്രമാണ് നോർമൽ സ്റ്റൈലിസ്റ്റുകൾ ചെയ്യാറുള്ളത്. അവർക്ക് ചേരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കുക. പക്ഷേ ആഫ്റ്റർ ഓൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്കൊക്കെ ഏറ്റവും നന്നായി നമ്മളെ അറിയുന്ന ഒരാൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ ദീപികയെ സംബന്ധിച്ചോളം ദീപികയുടെ സ്റ്റൈലിനെ പറ്റിയും ദീപികയുടെ ബോഡീനെ പറ്റിയും ദീപികയുടെ കളർ ടോണിനെ പറ്റിയും ഒക്കെ നന്നായി ബോധമുള്ള ഒരാളാണ്. ദീപിക നന്നായിട്ട് അറിയാം. അതിന് ചില സമയത്ത് ഒരു വാലിഡേഷൻ കൊടുക്കുന്ന രീതിയിൽ മാത്രമാണ് എപ്പോഴും സ്റ്റൈലിസ്റ്റ് പെരുമാറാറുള്ളത്. അല്ലാതെ ഷലീന നദാനിയുടെ സ്റ്റൈൽ മാത്രമല്ല ദീപികയിൽ കാണുന്നത് എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്.
പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഫാഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നും. നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നോർമലി ഒരു മനുഷ്യനിൽ ഗ്രാജുവലി വരുന്നൊരു മാറ്റമാണ്. കംപ്ലീറ്റ് ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ആയി വേറൊരാളെ പോലെ ദീപിക വന്നതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബിക്കോസ് ദീപിക്ക് വന്ന കാലം മുതൽ ഇപ്പം ഞാൻ വരെ നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ബോളിവുഡ് ആക്ട്രസ് ദീപികയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് നൗ ലൈക്ക് ദീപികയുടെ ഒരു ഈവൻ മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ കൂടി നമുക്ക് കാണാൻ പറ്റും ദീപികയുടെ ബോൾഡ് ഐബ്രോസ് ആണ്. ഐസിലും ആക്ച്വലി അത്യാവശ്യം ഡാർക്കായിട്ടുള്ള സ്മോക്കി അങ്ങനെയുള്ളൊരു ഐ മേക്കപ്പാണ് എപ്പോഴും ദീപിക ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ദീപിക മിക്കപ്പോഴും ചെയ്യുക ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൊടുക്കുക. സ്ലീക്ക് ബണ്ണ്, അത് ദീപികയുടെ പേഴ്സണാലിറ്റിനോട് നന്നായി ചേർന്ന് നിൽക്കുന്ന ആൻഡ് അറ്റ് ദ സെയിം ടൈം ദീപികയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയാവുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു മേക്കപ്പിൻ്റെയും ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിനെയും കൂടെ ആക്ച്വലി അവർ സാരീസ് പുൾ ഓഫ് ചെയ്യാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ്സസ് പുൾ ഓഫ് ചെയ്യാറുണ്ട്. ഈവൻ അവരുടെ മെഡ്ഗാല ലുക്സിലൊക്കെ ഓരോ മെഡ്ഗാല ലുക്കും ആക്ച്വലി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും എങ്ങനെയായിരിക്കും ദീപിക നെക്സ്റ്റ് മെഡ്ഗാലയിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് അതുപോലെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദീപികയുടെ പേഴ്സണൽ കളർ പാലറ്റ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഓട്ടമാണ്. അതായത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻസിന് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കളർ പാലറ്റാണത്. ഈവൻ കേരളത്തിലുള്ളവർക്കാണെങ്കിലും മലയാളികളിൽ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, അവർ നോർമലി ഗോൾഡൻ വാം അണ്ടർടോൺസ് ഉള്ള ഡീപ്പ് ഓട്ടം കളർ പാലറ്റിൽപ്പെട്ടവരാണ് നമ്മളിൽ കൂടുതൽ പേരും. ആക്ച്വലി അങ്ങനെ ഒരു അതേ കളർ പാലറ്റിൽപ്പെട്ട അത്തരം സ്കിൻ അണ്ടർടോണുള്ള ഒരാൾ തന്നെയാണ് ദീപിക. ആൻഡ് ദീപിക അതിൽ ആക്ച്വലി കുറച്ചും കൂടി വൈസായിട്ട് എപ്പോഴും ഡിസിഷൻസ് എടുക്കാറുണ്ട്. കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ കൂടുതലും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കളേഴ്സ്, ന്യൂട്രൽ കളേഴ്സൊക്കെയാണ് അവർ പിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിനൊരു സോഫിസ്റ്റിക്കേഷൻ ഫീൽ ചെയ്യും. ആ ഒരു നമ്മുടെ ഒരു വാം ഗോൾഡൻ അണ്ടർടോണിനെയൊക്കെ ഭയങ്കരമായിട്ട് കൾച്ചറലി എടുത്ത് നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഡീപ്പ് ഓട്ടമിലുള്ളൊരു കളേഴ്സ് നമുക്ക് വെയർ ചെയ്യാം സാരീസിലൊക്കെ. ഐ മീൻ കൈൻഡ് ഓഫ് ബർഗണ്ടി, റെഡ്, അങ്ങനെയുള്ള ഒരു മെറൂണിഷ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ന്യൂട്രൽ കളർ പാലറ്റിലേക്ക് ബേജ്, ക്രീം, അതുപോലെ തന്നെ ബ്രൗൺ, ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ള കളർ കോമ്പിനേഷനൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഷീക്ക് ലുക്കിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബാലൻസ് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരൊരു ബെസ്റ്റ് ന്യൂട്രൽസിൽ വെച്ചിട്ടുള്ള ഒരു കൂടുതൽ കളേഴ്സ് വെച്ചിട്ടാണ് എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യാറുള്ളത് വെസ്റ്റേൺ ഡ്രസ്സസൊക്കെ ഓപ്റ്റ് ചെയ്യുമ്പോൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ കൾച്ചറലി റൂട്ടഡായി നിൽക്കണം എന്ന് തോന്നുമ്പോൾ അവർ കുറച്ചും കൂടെ കളേഴ്സിലേക്ക് പോകും. ഇതാണ് നോർമലി എപ്പോഴും കാണാറുള്ളത്. ദീപികയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ദീപികയുടെ ഫേസിൻ്റെ ഷേപ്പും കണ്ണിൻ്റെ ഷേപ്പുമാണ്. അത് കൈൻഡ് ഓഫ് ഒരു ആൽമണ്ട് ഐസും ഫേസിൻ്റെ ഷേപ്പ് ഒരു ഹേർട്ട് ഷേപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഹെയർ സ്റ്റൈൽസും വെച്ചിട്ട് അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. എല്ലാ ഹെയർ സ്റ്റൈൽസിലും ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല കുറച്ച് ഷാർപ്പ് ഫീച്ചേഴ്സാണ് ഈവൻ ജോ ലൈനൊക്കെ ആണെങ്കിലും. ആൻഡ് ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ ട്രോൾ ചെയ്യപ്പെട്ടത്, അതായത് അവരുടെ ഹൈറ്റിൻ്റെ പേരിൽ, അവരുടെ സ്കിന്നി ആയിട്ടുള്ള ഫിഗറിൻ്റെ പേരിൽ, അവരുടെ ഫേസിൻ്റെ ഷാർപ്നെസ്സിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയാണ് ട്രോൾ ചെയ്യപ്പെട്ടതെങ്കിൽ ആക്ച്വലി അത് തന്നെ അവരുടെ ഏറ്റവും പ്ലസ് പോയിൻ്റായി മാറ്റുകയും ഗ്ലോബൽ ഫാഷൻ ഐക്കോൺ എന്നുള്ള നിലയിലേക്ക് എത്താൻ അവരെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സായിട്ട് മാറ്റുകയും ചെയ്തു. ഈ റീസെൻ്റായിട്ട് നമ്മൾ ആക്ച്വലി ദീപിക പടുക്കോണിനെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 25th ആനിവേഴ്സറി ഓഫ് സബ്യസാചി. അതിൽ ആക്ച്വലി അവരൊരു കംബാക്ക് നടത്തി. അതായത് ദീപികയുടെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് നാൾ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുമായിരുന്നു. അതിനുശേഷം ഒരു കംബാക്ക് പോലെ അവരുടെ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ മാറ്റിയ രീതിയിലുള്ളൊരു കംബാക്ക് റാമ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്ട്രസ് രേഖേനെയാണ് ഓർമ്മ വരിക. ബോളിവുഡ് ആക്ട്രസ്സായ രേഖേനെ, പഴയ ആക്ട്രസ്സായ രേഖേനെയാണ് ഓർമ്മ വരിക. ആൻഡ് ആ ഒരു ക്രേസും പുൾ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു ലുക്കും ഒരു ഡെലിവറിക്ക് ശേഷം പുൾ ഓഫ് ചെയ്യാൻ ആക്ച്വലി വളരെ ഈസി ആയിട്ട് അവർക്ക് പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ്. ആൻഡ് ഇനി ശരിക്കും അവരുടെ അടുത്തൊരു കംബാക്കിന്, മൂവിയിലേക്കുള്ളൊരു കംബാക്കിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റീസിനെയും ആക്ച്വലി നമുക്ക് പ്ലസ് പോയിൻ്റ് ആയിട്ട് മാറ്റുകയും അതിൽ നിന്നൊക്കെ നമുക്ക് ലേൺ ചെയ്തിട്ട് നമ്മളെ ആക്ച്വലി എവിടെ ആര് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോട്ടീസ് ചെയ്തിട്ട് അവർക്കുള്ള മറുപടി ആയിട്ട് പോലും നമ്മളുടെ ആ പോസിറ്റീവ്സിനെ മാറ്റുകയും ചെയ്യാൻ പറ്റും എന്നാണ് ദീപിക പദുക്കോൺ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.